തരാൻ വേണ്ടി എന്റെ ഒരു ആഗ്രഹം പറഞ്ഞേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി ആഗ്രഹം നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ മോഹം ഞാൻ അന്നേ ഉപേക്ഷിച്ചു. പിന്നീട് ഫ്ലാറ്റിനൊക്കെ ആയപ്പോ മോൾക്ക് സെക്കൻഡ് സ്റ്റഡ് കുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ്. അവിടെ ചെന്നപ്പോ ജിനേഷ് സാറ് ചോദിക്കുകയാണ്, സൂന്തി മൂക്ക് കുത്തണമെന്ന് പറഞ്ഞില്ലേ, കുത്തണില്ലേന്ന്. അപ്പോഴാണ് ഞാൻ മൂക്ക് കുത്തണ കാര്യം ഓർക്കണത്. അങ്ങനെ മൂക്ക് കുത്തി. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഉണ്ടായ ഒരു മോഹമായിരുന്നു ഒരു മാല, ചെറിയൊരു മാല വാങ്ങിക്കണമെന്ന്. വലിയ മാല വേറെ ഉണ്ട്, എങ്കിലും ഇപ്പൊ എല്ലാവരുടെയും കഴുത്തില് ചെറിയ മാലയാണ് കിടക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് ആണോ അല്ലെങ്കിൽ ഇപ്പൊ സ്വർണത്തിനൊക്കെ വില കൂടിയല്ലോ, അപ്പൊ ഇനി പൈസ ഇല്ലാഞ്ഞിട്ടാണോ എല്ലാവരും ചെറിയ മാല ഇടുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്കും ഒരാഗ്രഹം ചെറിയൊരു മാല വാങ്ങിക്കണമെന്ന്. അങ്ങനെ മെയ് മാസത്തില് നമുക്ക് എല്ലാവർക്കും ബോണസ് കിട്ടി. ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നത്, ബോണസ് അടക്കം വന്നത് 1,21,000 രൂപ. എനിക്കും വാങ്ങി. എന്റെ ആഗ്രഹം പോലെ തന്നെ ചെറിയൊരു മാല. ഇത് ഞാൻ പറയുന്നത്, ഈ ഒരു മണി ഫ്രീഡം വേറെ ഏത് ജോലി ചെയ്താലും കിട്ടും, വേറെ ഒരു ജോലി ചെയ്താലും കിട്ടില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. കാരണം അത്രയധികം ജോലികളിൽ പയറ്റിയിട്ടുള്ള ഒരാളാണ് ജിനേഷ് സാറ്. തുടക്കത്തിലൊക്കെ ലീഡേഴ്സ് പറയാറുണ്ട്, RCM ചെയ്ത് കഴിഞ്ഞാല് മണി ഫ്രീഡം കിട്ടും, ടൈം ഫ്രീഡം കിട്ടും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്കിത് അത്ര അങ്ങോട്ട് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ ഞങ്ങളുടെ അനുഭവത്തിൽ വന്നപ്പോ എനിക്ക് മനസ്സിലായി എന്താണ് മണി ഫ്രീഡം, എന്താണ് ടൈം ഫ്രീഡം എന്നൊക്കെ. ഇപ്പൊ ടൈം ഫ്രീഡത്തിന്റെ കാര്യം പറഞ്ഞപ്പോ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടു. അപ്പൊ അവള് സെയിൽസ് ഗേളായിട്ട് ജോലിക്ക് പോവാണ്. അപ്പൊ എത്ര വർഷമായി ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവള് പറയണം 10 വർഷമായി സെയിൽസ് ഗേളായിട്ട് ജോലിക്ക് പോകുന്നത്. എത്രയാ കിട്ടുന്നതെന്ന് ചോദിച്ചു. 12,000 രൂപയാണ് കിട്ടുന്നതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി. കാരണം 10 വർഷം പണിയെടുത്തിട്ട് കിട്ടുന്നത് വെറും 12,000 രൂപ. ഇവിടെയാണ് നമ്മളുടെ RCMന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സെയിൽസ് ഗേളായിട്ട് ജോലിക്ക് പോകുമ്പോ, അല്ലെങ്കിൽ വേറെ ഏത് ജോലിക്ക് പോകുമ്പോഴും നമ്മള് വീട്ടിൽ നിന്നൊരു 8 മണിക്കെങ്കിലും ഇറങ്ങണം. വെളുപ്പിനെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് 8 മണിക്കെങ്കിലും ഇറങ്ങണം. അവിടെ ചെന്നിട്ട് ഒന്ന് ഇരിക്കാൻ പോലും പറ്റില്ല, വൈകുന്നേരം വരെ നിൽക്കണം. തിരിച്ചു വീട്ടിലെത്തുമ്പോ 6 മണിയെങ്കിലും ആകും. തിരിച്ചു വീട്ടിൽ വന്നാലോ നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമുണ്ടോ? ഇല്ല, വീണ്ടും പണികളാണ്. ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ പണിയെടുത്തിട്ട് കിട്ടുന്ന വരുമാനം 10,000 12,000 രൂപയോ മാത്രം. RCMലാണെങ്കിലോ ഒരു ഇന്റിമേറ്റ് വാഷ്, നമുക്ക് പുറമേ നിന്ന് കിട്ടുന്ന ഇന്റിമേറ്റ് വാഷിന് 265 രൂപയോളം കൊടുക്കേണ്ടി വരും. നമുക്ക് RCMലൂടെ കിട്ടുന്ന ഇന്റിമേറ്റ് വാഷിന് 219 രൂപ MRP. RCMന്റെ ഐഡിയ ഉള്ള ഒരാൾക്ക് 119 രൂപയ്ക്ക് കിട്ടും. നമുക്കത് 219 രൂപയ്ക്ക് സെയിൽ ചെയ്യാം. ഈ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ പോണോ, 8 മണിക്ക് പോണോ? വേണ്ട. നമ്മളുടെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിട്ടിട്ട് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം, ആ സമയത്ത് നമുക്ക് RCM ചെയ്യാം. തിരിച്ചു വീട്ടിലേക്ക് എപ്പോ വേണമെങ്കിലും വരാം. ഇവിടെ നമുക്കൊരു ബോസ് ഇല്ല. നമ്മളെ വഴക്ക് പറയാനോ ചീത്ത വിളിക്കാനോ ഒന്നും ഒരു ബോസ് ഇല്ല. നമുക്ക് എങ്ങനെ എത്ര വരുമാനം വേണോ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോ ഒരു ഇന്റിമേറ്റ് വാഷ്
സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു 5 ഇന്റിമേറ്റ് വാഷ് എങ്കിലും സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ഗുണം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്തിനാ ഇന്റിമേറ്റ് വാഷ് ഉപയോഗിക്കുന്നത്? ഇന്റിമേറ്റ് ഏരിയ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും അതിൻ്റെതായ ഒരു pH വാല്യൂ ഉണ്ട്. ഇന്റിമേറ്റ് ഏരിയയുടെ pH വാല്യൂ എന്ന് പറയുന്നത് 3.5 മുതൽ 4.5 വരെയാണ്. സോപ്പിന്റെ pH വാല്യൂ 8ന് മുകളിലാണ്. അപ്പൊ ഇത്രയും pH കൂടിയ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, ഇച്ചിങ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പീരീഡ്സ് സമയത്ത് ഇച്ചിങ് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ മാറാനായിട്ട് ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചൂട് സമയത്ത് ചൂടുകുരൊക്കെ ഉണ്ടാവും, ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പൊ അത് മാറാനായിട്ട് നമുക്ക് ഈ ഇന്റിമേറ്റ് വാഷ് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നല്ലത്. അതുപോലെ തന്നെ വേർപ്പ് നാറ്റം മാറാനായിട്ട് നല്ലത്. ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇന്റിമേറ്റ് വാഷ് ഈസി ആയിട്ട് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഇന്റിമേറ്റ് വാഷ് ഒരു 5 എണ്ണം വീതം നമുക്ക് ഡെയിലി കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു മാസം 15,000 രൂപ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ടൈം ഫ്രീഡം അത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ സെയിലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. RCM കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിലല്ല. ഒരു പാസീവ് ഇൻകത്തിന് വേണ്ടി ആയിരിക്കണം നമ്മൾ RCM ചെയ്യേണ്ടത്. ഗിരീഷ് സാർ പറയാറുണ്ട്, ജീവിച്ചിരുന്നാലും പൈസ, മരിച്ചാലും പൈസ, ജോലി ചെയ്താലും പൈസ, ചെയ്തില്ലെങ്കിലും പൈസ. ഞങ്ങൾക്ക് അത് അനുഭവമുണ്ട്. ഞങ്ങളുടെ അച്ഛൻ ഒരു 1.25 മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ ജിനേഷ് സാറിന് ഈ 1.25 മാസവും RCM ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് 41,000 രൂപ വന്നു. വേറെ ജോലിയാണ് ചെയ്തിരുന്നെങ്കിലോ, അന്ന് പ്ലാറ്റിനം അച്ചീവർ ആയിരുന്നു, വേറെ ജോലിയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പൈസ കിട്ടുമോ? ഇല്ല. കാരണം അത് ആക്റ്റീവ് ഇൻകാണ്, ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോ ഒരു പാസീവ് ഇൻകം ആയിരിക്കണം നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരുപാട് നെഗറ്റീവുകൾ നമുക്ക് കിട്ടും. RCM ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഒരുപാട് നെഗറ്റീവുകൾ കിട്ടിയിരുന്നു. അവന് വേറെ വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ? കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നടക്കുന്നത് കണ്ടാല് വലിയ മുതലാളിയാണെന്ന വിചാരം. ഇതൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞങ്ങള് ബിൽവാരയിൽ ചെന്നപ്പോ അവിടെ എഴുതി വച്ചിരിക്കുന്നു, മേ മാലിക്കുഹും, ഞാൻ മുതലാളിയാണ്, ഈ കമ്പനിയുടെ മുതലാളിയാണ്. അപ്പൊ എല്ലാം ദൈവം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. മുർസാർ പറഞ്ഞ പോലെ നമ്മൾ ആരോടും ദേഷ്യപ്പെടാനോ ഒന്നിനും പോവേണ്ട. കാരണം ഇവരെല്ലാവരും, ഈ നെഗറ്റീവ് പറയുന്നവരെല്ലാവരും പിന്നീട് RCMലേക്ക് വരാനുള്ളവരാണ്. ഒരു സിനിമയില് നവ്യ നായർ പറഞ്ഞ പോലെ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്കേ അറിയുള്ളൂ, നമുക്ക് മാത്രമേ അറിയുള്ളൂ ഈ RCM ബിസിനസിന്റെ ഒരു സാധ്യത. ഇന്ത്യയിലെ 135 കോടി ജനങ്ങൾക്കും ആവശ്യമുള്ള ഒരു കമ്പനി തന്നെയാണ് RCM എന്ന് പറയുന്നത്. ഇപ്പൊ 25 വർഷമായി RCM വന്നിട്ട്. എന്നിട്ടും കേരളത്തിലെ 1% ആളുകളിലേക്ക് പോലും RCM എത്തിയിട്ടില്ല. അപ്പൊ വലിയൊരു അവസരം തന്നെയാണ് ഇവിടെ സജ്ജമായിരിക്കുന്നത്. നമ്മളൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ മതി.
എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഡയമണ്ട് ആകുക എന്നുള്ളതാണ്. വെറുതെ ഒന്നും ഡയമണ്ട് ആവാൻ പറ്റില്ല അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരിക്കലും ഒരു പ്രോഗ്രാമില് അഖില മാഡം പറഞ്ഞു, അഖില മാഡവും മൂർത്തി സാറും സുരേന്ദ്ര ഭട്ട് സാറും വൈഫും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഭട്ട് സാറിന്റെ വൈഫ് പറഞ്ഞു, ഭട്ട് സാറിന് കറക്റ്റ് സമയത്ത് ഉറങ്ങണം, 10 മണി 10:30 അതിനുള്ളില് കിടന്നുറങ്ങണം, രാവിലെ കറക്റ്റ് സമയത്ത് എഴുന്നേക്കണം. അപ്പൊ അഖില മാഡം മൂർത്തി സാറിനോട് പറഞ്ഞു, കണ്ടോ ഭട്ട് സാറൊക്കെ കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങും. അപ്പൊ ഭട്ട് സാറിന്റെ ഭാര്യ പറയാണ്, ഡയമണ്ട് ആയതിനു ശേഷമാണ് ഇങ്ങനെ കൃത്യനിഷ്ഠതയൊക്കെ തുടങ്ങിയതെന്ന്. അപ്പൊ ആ ഒരു ഹാർഡ് വർക്ക്, ആ ഒരു ഡെഡിക്കേഷൻ, അതുകൊണ്ട് മാത്രമാണ് ഡയമണ്ട് ആവാൻ സാധിച്ചത് സാറിനെ. അപ്പൊ ആ ഒരു ഹാർഡ് വർക്ക് നമ്മളിലും കൊണ്ടുവരിക. അതിനെന്ത് വേണം? കംഫർട്ട് സോൺ വിടുക. ലീഡേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കംഫർട്ട് സോൺ വിടാൻ. ഞാൻ കംഫർട്ട് സോണിൽ ഇരുന്ന ഒരാളാണ്. വീട്, അടുക്കള, ഇതായിരുന്നു എന്റെ ജോലി, എന്റെ ലോകം എന്ന് പറയുന്നത്. അടുക്കളയിൽ എന്താ പണി? രാവിലെ എണീക്കുക, ഭക്ഷണം പാകം ചെയ്യുക, കൊടുക്കുക, കഴിക്കുക, പാത്രം കഴുകുക, പിന്നെയും ഭക്ഷണം ഉണ്ടാക്കുക. ഇത് തന്നെയായിരുന്നു പണി. പക്ഷെ ഈ അടുക്കള പണിയൊക്കെ ചെയ്തിരുന്നിട്ട്, അല്ലെങ്കിൽ വീട്ടു ജോലി ചെയ്തിരുന്നാലൊന്നും RCMൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനും ഇറങ്ങി ദിനേഷ് സാറിന്റെ കൂടെ. ഇപ്പൊ കൂടുതലും ഹോം മീറ്റിങ്ങുകളാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഹോം മീറ്റിങ്ങുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, വിറയലായിരുന്നു. വലിയ വലിയ മീറ്റിങ്ങുകളിലൊന്നും പോവാനായിട്ട് എനിക്കൊരു പേടിയില്ല, ടെൻഷനും ഇല്ല, വിറയലും ഇല്ല, ഒന്നുമില്ല. കാരണം അവിടെ ലീഡേഴ്സ് സംസാരിച്ചോളും, നമുക്ക് അവിടെ റോളില്ല. പക്ഷെ ഹോം മീറ്റിംഗ് ചെയ്യുമ്പോ നമ്മളാണ് ലീഡേഴ്സ്, നമ്മൾ സംസാരിക്കണം. മൈക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാല് കിടന്നു വിറയ്ക്കും. അപ്പൊ എനിക്ക് തോന്നി, ഞാൻ ഇങ്ങനെ വിറച്ച് സംസാരിച്ചാല് ശരിയാവില്ല, ഈ ഒരു മണി ഫ്രീഡം ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്റെ പുറമേയുള്ള വിറയലൊക്കെ അങ്ങോട്ട് മാറ്റി. എന്നാൽ ഉള്ളിലൊരു വിറയലുണ്ടായിരുന്നു. പിന്നീട് അത് ഞാൻ മാറ്റി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിങ്ങളുടെ മുന്നിലിരുന്ന് ഈ ഒരു ചങ്കൂറ്റത്തോടെ എനിക്ക് സംസാരിക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ RCMൽ വിജയിക്കണമെങ്കിൽ കംഫർട്ട് സോൺ വിടുക. അതുപോലെ തന്നെ ഡ്രീം ഉണ്ടായിരിക്കണം നമുക്ക്. RCMൽ വരുന്നതിന് മുന്നേ എനിക്കൊരു സ്വപ്നങ്ങളും ഉണ്ടായിരുന്നില്ല. കാരണം സ്വപ്നങ്ങൾ കാണണമെങ്കിൽ എന്ത് വേണം? വരുമാനം വേണം. ഈ പൈസ ഇല്ലാത്ത ആളുകൾ എന്ത് സ്വപ്നം കാണാനാണ്? പക്ഷെ RCMലേക്ക് വന്നു. ഗിരീഷ് സാറിന്റെ പ്രോഗ്രാമുകളിലൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാനും സ്വപ്നം കാണാൻ തുടങ്ങി. ഗിരീഷ് സാർ പറയാറുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി വെക്കാനായിട്ട്. ഞങ്ങളും എഴുതി വെച്ചു ഞങ്ങളുടെ സ്വപ്നങ്ങള്. എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്വപ്നങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എഴുതി വെക്കുമ്പോൾ നമ്മള് അതിലേക്ക് എത്താനായിട്ട് പരിശ്രമിക്കും. അങ്ങനെ ഞങ്ങൾ എഴുതി ഞങ്ങൾക്ക് മണി ഫ്രീഡം വേണമെന്ന് ഞങ്ങൾ എഴുതിയിരുന്നു. ആ ഒരു മണി ഫ്രീഡം ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഗോൾ ഉണ്ടായിരിക്കണം, ഗോൾ സെറ്റ് ചെയ്യണം, ഡേറ്റ് ഇട്ട് നമ്മള് ഗോൾ സെറ്റ് ചെയ്യണം. ഇപ്പോ സ്റ്റാർ ആവാത്തവരാണെങ്കില് ഈ ജൂലൈ 30-ാം തീയതി ഞാൻ സ്റ്റാർ ആയിരിക്കും എഴുതി വെക്കുക.
അതുപോലെ തന്നെ പ്രോഗ്രാമുകളിലൊക്കെ പോകുമ്പോൾ വേദിയിൽ കയറി നിന്ന് നമ്മൾ പറയുക, ഞാൻ ഈ മാസം സ്റ്റാറായിരിക്കും എന്ന് പറയുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും, അതിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നോളജ് ഉണ്ടാവണം, അറിവുണ്ടാവണം, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. അതുപോലെ തന്നെ സിസ്റ്റത്തിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. പ്രൊഡക്റ്റില് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല എങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സിസ്റ്റം പഠിച്ചിരിക്കണം. സിസ്റ്റം എന്താണ്? 21 റൂൾസ് ഉണ്ട് നമുക്ക്. 6 ബേസിക്, 8 കോർ സ്റ്റെപ്പ്, 7 കാർഡിനൽ റൂൾസ്. ഈ 6 ബേസിക്കും 8 കോർ സ്റ്റെപ്പും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ RCM-ൽ വിജയിക്കും. 7 കാർഡിനൽ റൂൾസ് ഫോളോ ചെയ്താല് നമ്മൾ RCM-ൽ പരാജയപ്പെടും. കാരണം RCM-ൽ ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങളാണ്. തുടക്കത്തിലൊക്കെ ഒരുപാട് നമ്മള് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്. ഗിരീഷ് സാർ പറയാറുണ്ട്, എന്ത് മണ്ടത്തരം ചെയ്യുന്നതിന് മുന്നും ലീഡേഴ്സിനോട് ചോദിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ലീഡേഴ്സിനോട് ചോദിക്കുമ്പോൾ മനസ്സിലാവും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതാണ് പറയുന്നത്, എന്ത് കാര്യവും ലീഡേഴ്സുമായിട്ട് ആലോചിച്ച് ചെയ്യുക. അതുപോലെ തന്നെ RCM-ന്റെ ലക്ഷ്യങ്ങൾ പഠിക്കുക, കമ്പനി പ്ലാൻ, പ്രൊഫൈല്, 10 ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസം, ഇതൊക്കെ പഠിക്കുക. ഈ പ്രൊഫൈലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, RCM-ന്റെ തുടക്ക സമയത്ത് ജിനേഷ് സാറാണ് ആദ്യം RCM-ലേക്ക് വരുന്നത്. ഞാൻ അങ്ങനെ മീറ്റിങ്ങിലൊന്നും പങ്കെടുക്കില്ലായിരുന്നു. അങ്ങനെ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് ജിനേഷ് സാറ്. അങ്ങനെ പറവൂർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഗിരീഷ് സാറിന്റെ. അന്ന് അവിടെ ഒരു സാറ് പ്ലാൻ പറഞ്ഞു കഴിഞ്ഞു, അപ്പൊ പ്രൊഫൈല് പറയണം. ഗിരീഷ് സാറ് എന്നെ വിളിച്ചു, പറവൂരിന്റെ പവർഫുൾ ലീഡർ, എനർജറ്റിക് ലീഡർ ജിനേഷ് സാറിന്റെ വൈഫ് സുഗന്ധി മാഡം പ്രൊഫൈല് പറയുന്നു പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. ഞാൻ എന്ത് ചെയ്ത് എണീറ്റില്ല, കാരണം ഒന്നും പഠിച്ചിട്ടില്ല. ജിനേഷ് സാറ് തോണ്ടാൻ തുടങ്ങി, ചെല്ല് ഗിരീഷ് സാറ് വിളിക്കുന്നതല്ലേ, ചെല്ല്, ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഗിരീഷ് സാറിന് മനസ്സിലായി. ഗിരീഷ് സാറ് പറഞ്ഞു, മാഡം വരും, ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞു തരാം, മാഡം ബോർഡിൽ എഴുതിയാ മതി എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. ഗിരീഷ് സാർ ചോദിച്ചു, എവിടെ കമ്പനി സ്ഥിതി ചെയ്യുന്നത്? ഞാൻ രാജസ്ഥാനിൽ എഴുതി. നമ്മുടെ കമ്പനിയുടെ പേര് ഞാൻ RCM എന്ന് എഴുതിയത്. അന്ന് FSPL എന്നായിരുന്നു കമ്പനിയുടെ പേര്, ഫാഷൻ സ്യൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഗിരീഷ് സാറിന് മനസ്സിലായി പറവൂരത്തെ പവർഫുൾ ലീഡർ ജിനേഷ് സാറിന്റെ വൈഫിന് ഒന്നും അറിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഗിരീഷ് സാർ പറഞ്ഞു, മാഡം പോയിരുന്നോ? ജിഷ മാഡത്തിനോ വിളിച്ചു. ജിഷ മാഡം നല്ല ഭംഗിയായിട്ട് പ്രൊഫൈല് പറഞ്ഞു. അന്ന് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു, കാരണം പവർഫുൾ ലീഡർ ജിനേഷ് സാറിന്റെ വൈഫിന് കമ്പനിയുടെ പേര് അറിയില്ല എന്ന് പറഞ്ഞപ്പോ, ഭാഗ്യത്തിന് അവിടെ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പ്ലാനും പ്രൊഫൈലും ഒക്കെ പഠിച്ചു. പറവൂര് ഒരു മീറ്റിങ്ങില് ഗിരീഷ് സാറിന്റെയും ജിഷ മാഡത്തിന്റെയും മുന്നില് ഞാൻ പ്ലാൻ പറഞ്ഞു. ഗിരീഷ് സാറും ജിഷ മാഡവും പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്ര സിമ്പിൾ ആയിരുന്നോ, പ്ലാനും പ്രൊഫൈലും ഒക്കെ ഇത്ര സിമ്പിൾ ആയിരുന്നോ എന്ന് എനിക്ക് തോന്നിയത്. കാരണം പഠിക്കാത്തപ്പോ നമുക്ക് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ ഇതൊക്കെ പഠിച്ചിരിക്കുക നമ്മള്. അതുപോലെ തന്നെ, 6 ബേസിക്, 8 കോർ സ്റ്റെപ്പ്, 7 കാർഡിനൽ റൂൾസ്. 6 ബേസിക്, 8 കോർ സ്റ്റെപ്പ്, 7 കാർഡിനൽ റൂൾസ്. 8 കോർ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. 7 കാർഡിനൽ റൂൾസ് 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 ഫോ
നമ്മുടെ സ്കില്ല് കൂട്ടുക. എനിക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു കഴിവൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മൈക്ക് പിടിക്കുമ്പോ ഒക്കെ ഭയങ്കര വിറവലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തു, കുറെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് സാധിച്ചത്. ഇപ്പൊ നമ്മള് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക, ത്രിദിന കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക, പിന്നെ റെസിഡൻഷ്യൽ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. ഈ മാസം 17, 18 തീയതികളിൽ റെസിഡൻഷ്യൽ പ്രോഗ്രാം ഉണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്കില്ല് കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് RCM ചെയ്യുക. തുടക്കത്തിലൊന്നും എനിക്ക് ഫാമിലി ആയിട്ട് RCM ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകതയൊന്നും എനിക്ക് മനസ്സിലായില്ല. കാരണം ദിനേഷ് സാറ് ചെയ്തോളും, ഞാൻ എന്തിനാ പോണത്, ഗിരീഷ് സാറ് ദിനേഷ് സാറിനോട് പറയാറുണ്ട് വൈഫിനെ കൂടെ കൊണ്ടുവരണം മീറ്റിങ്ങിനൊക്കെ വരുമ്പോ. പക്ഷെ എനിക്ക് പോവാൻ മടിയായിരുന്നു. അന്ന് ഫാമിലി ആയിട്ട് RCM ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് അതൊക്കെ മനസ്സിലായത്. ഫാമിലി ആയിട്ട് RCM ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിജയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ കൂടുതലും ലേഡീസ് ആണ് RCMലേക്ക് വരുന്നത്. ഇപ്പൊ ജിനേഷ് സാറിന് ഇപ്പോ അവരുടെ വീടുകളിലൊക്കെ പോയി എത്ര സമയം ഇരിക്കാൻ പറ്റും, ഇരുന്ന് ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ കൂടി പോവുകയാണെങ്കിൽ കുറെ സമയം ഇരിക്കാൻ പറ്റും. അപ്പൊ അവരും ഫാമിലി ആയിട്ട് തന്നെ നമ്മുടെ ബിസിനസ്സിലേക്ക് വരും. അങ്ങനെ നമുക്ക് ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രോഗ്രാമുകളിലൊക്കെ പോകുമ്പോ നമ്മൾ നോട്ട് എഴുതുക. ഗിരീഷ് സാർ പറയാറുണ്ട് നോട്ട് എഴുതിയാലേ നോട്ട് വാങ്ങിക്കാൻ പറ്റൂ എന്ന് പറയാറുണ്ട്. നോട്ട് എഴുതിയാൽ മാത്രം പോരാ, നമ്മളത് പഠിക്കണം. എന്താണ് ലീഡേഴ്സ് നമ്മളെ പഠിപ്പിച്ചതെന്ന് നമ്മൾ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്കില്ല് കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനിങ്ങനെ സംസാരിക്കാൻ കാരണം തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകളാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഗിരീഷ് സാറിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു പറവൂര്. എല്ലാവരെ കൊണ്ടും സാറ് സംസാരിപ്പിച്ചു. അവിടെ ബിഗിനർ തുടങ്ങിയുള്ള ആളുകൾക്കാണ് അവിടെ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സാറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും സംസാരിച്ചു. അപ്പൊ ഒരു ബിഗിനറായ മാഡത്തിനോട് ഞാൻ ചോദിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോ, മാഡത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് സംസാരിച്ചപ്പോ, എന്താ തോന്നിയതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ആ മാഡം പറഞ്ഞു എനിക്ക് ഭയങ്കര വിറവലൊക്കെ തോന്നി, എങ്കിലും ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിലും നന്നായിട്ട് സംസാരിക്കണം. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് വന്നു ആ മാഡത്തിന്. അതുപോലെ തന്നെ ഒരു പുതിയ ഒരാളോട് നമ്മൾ RCM എങ്ങനെ പറയണം, അത് സാർ അവിടെ പഠിപ്പിച്ചു തന്നു. രണ്ടുപേര് വെച്ച് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. 10 ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസം പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഒരാളെ എങ്ങനെ RCM പരിചയപ്പെടുത്താമെന്ന് സാർ പഠിപ്പിച്ചു. അതുപോലെ തന്നെ 8 മാസം കൊണ്ട് സ്റ്റാർ പ്ലാറ്റിനത്തിലേക്ക് എങ്ങനെ എത്താമെന്ന് സാർ പഠിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ.
എനിക്ക് ഓരോ തവണ സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഞാൻ സംസാരിച്ചത് ശരിയായില്ല, എനിക്ക് ഒന്നുകൂടി നന്നായിട്ട് സംസാരിക്കണം എന്നാണ് തോന്നാറുള്ളത് ഇപ്പോ. കാരണം തുടക്കത്തിലൊക്കെ ഞാന് ജിനേഷ് സാറിന്റെ കൂടെ പോയിട്ടുണ്ടെങ്കില് ആളോട് പറയും നമുക്ക് പുറകിലിരിക്കാം, പുറകിൽ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞ് കിടപ്പുണ്ടാവും, പുറകിലിരിക്കാൻ പറയും. ജിനേഷ് സാറ് ഒരു നോട്ടം നോക്കും. ഗിരീഷ് സാർ എന്താ പറഞ്ഞിരിക്കുന്നത്, മുന്നിലിരിക്കണം, എങ്കിലേ മുന്നോട്ട് വരാനായിട്ട് സാധിക്കുള്ളൂ, വിജയിക്കാൻ സാധിക്കുള്ളൂ. പിന്നിലിരുന്നാല് പിന്നോട്ട് പോകുകയുള്ളൂ എന്നാ ഗിരീഷ് സാർ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ദിനേശ് സാറ് പോയി ഫ്രണ്ടിലിരിക്കും, ഞാനും പോയി ഇരിക്കും. ഞാൻ തല കുനിച്ചായിരിക്കണത്. കാരണം എന്താണെന്നറിയോ, എന്നെ ലീഡേഴ്സ് വിളിക്കരുത്. കാരണം എനിക്ക് പേടിയാണ് സ്റ്റേജിൽ കയറി സംസാരിക്കാനായിട്ട്, എനിക്ക് പേടിയാണ്. എന്നാലും ഗിരീഷ് സാർ വിളിക്കും എന്നെ, മാഡം വരൂ 2 വാക്ക് സംസാരിക്കൂ. അപ്പോഴൊക്കെ ആ ഭൂമി അങ്ങോട്ട് പിളർന്നു പോയെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് പേടി, ടെൻഷൻ ഒക്കെ ആയിരുന്നു എനിക്ക്. അതൊക്കെ മാറിയത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുത്തതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു മേക്കപ്പും ചെയ്യില്ലായിരുന്നു, ഒരു പൊട്ട് പോലും ഞാൻ തൊടില്ലായിരുന്നു. എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പുറത്തിറങ്ങാൻ തന്നെ എന്തോ ഒരു വല്ലായ്മയാണ്. കാരണം ആളുകൾ എന്ത് വിചാരിക്കും, അതായിരുന്നു എന്റെ പ്രശ്നം. പക്ഷെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, എനിക്ക് ആളുകൾ എന്ത് വിചാരിക്കും അതാണ്. അപ്പൊ ഞാൻ അന്ന് PQC ആയിരുന്നു. ആ PQC ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ നേഹ മാഡത്തിന്റെ ക്ലാസ്സിലൂടെ നേഹ മാഡം പറഞ്ഞൊരു കാര്യം, നമ്മള് ഈ ആളുകൾ എന്ത് വിചാരിക്കുന്നു, നമ്മൾ എന്തിനാ വിചാരിക്കുന്ന, ആളുകൾക്ക് നമ്മുടെ കാര്യം ചിന്തിക്കാനൊന്നും അവർക്ക് നേരമില്ല, അവർക്ക് അവരുടെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല. അപ്പൊ നമുക്ക് എന്താണോ ഇഷ്ടം അതുപോലെ നടക്കുക. അപ്പൊ എനിക്ക് മേക്കപ്പ് ഇടാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയായി. ലിപ്സ്റ്റിക് ഇപ്പൊ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും ഞാൻ ലിപ്സ്റ്റിക് ഇടും. അപ്പൊ മോള് വരുമ്പോ പറയാറുണ്ട്, പഠിക്കാൻ പോയി അവള് വരുമ്പോ പറയും, അമ്മച്ചി കുറച്ചിട്ടൂടെ ഈ ലിപ്സ്റ്റിക് ഒക്കെ, എന്തിനെത്ര വായിച്ചേക്കണേന്ന് ചോദിക്കും. അപ്പൊ ആ ഒരു മാറ്റം എന്നിലുണ്ടായത് RCM വന്നതിന് ശേഷമാണ്. അപ്പൊ നമ്മുടെ എല്ലാ വിജയത്തിനും, ഞങ്ങളുടെ എല്ലാ വിജയത്തിനും എല്ലാ ലീഡേഴ്സിന്റെയും സപ്പോർട്ട് ഉണ്ട്. ഡോക്ടർ രാജൻ സാറ്, ഗിരീഷ് സാറ്, അതുപോലെ തന്നെ ഞങ്ങളുടെ പറവൂരത്തെ ലീഡേഴ്സ്, എമറാൾഡ് MK ബാബു സാറ്, ശിവപ്രസാദ് സാറ്, അശോകൻ സാറ്, എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഞങ്ങളുടെ വിജയം. അതുപോലെ തന്നെ എന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് ജിഷ മാഡം, ഗിരീഷ് സാറുമാണ്. കാരണം ഗിരീഷ് സാർ എവിടെ പ്രോഗ്രാമിന് പോയാലും ജിഷ മാഡം കൂടെ ഉണ്ടാവും. എന്നോട് തുടക്കത്തിലെ ജിനേഷ് സാറ് പറയും, ആ ജിഷ മാഡത്തിനെ കണ്ടു പഠിക്ക്, അങ്ങനെ പറയുള്ളൂ. അതുപോലെ തന്നെ എന്റെ ഉള്ളില് ഈ ഒരു ഫയർ ഉണ്ടാക്കിയെടുത്തത് ഗിരീഷ് സാറാണ്. ഗിരീഷ് സാറിന്റെ പ്രോഗ്രാമുകളാണ്, ഗിരീഷ് സാറിന്റെ ട്രെയിനിങ്ങുകളാണ്. ഈ അവസരത്തില് ജിഷ മാഡത്തിനോടും ഗിരീഷ് സാറിനോടും ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മളുടെ ജീവിതത്തില്. നമ്മളൊരു തീരുമാനം എടുക്കുക, ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ RCM ചെയ്തുകൊണ്ട് തന്നെ തീർക്കുമെന്നൊരു തീരുമാനം നമ്മൾ എടുക്കുക. ഞങ്ങൾ ഇന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് RCM വന്നതുകൊണ്ട് മാത്രമാണ്. ദിനേശ് സാറും ഞാനും ദാരിദ്ര്യത്തിൽ വളർന്നു വന്ന ആളുകളാ. പക്ഷെ ഞങ്ങളുടെ മക്കള് ആ ഒരു ദാരിദ്ര്യം അനുഭവിക്കരുത്, ആരുടെയും മുന്നില് കൈനീട്ടരുത്, ആരുടെയും മുന്നില് തല കുനിക്കരുത്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ
ഞങ്ങളുടെ കൂടെ വന്നവരെയും വിജയിപ്പിച്ചുകൊണ്ട് വിജയിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇനി ആരാസ്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ചെയ്യും. കാരണം ഞങ്ങളുടെ ചോറാണ് ആസ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുക, മുന്നേറുക. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഇന്ന് ഈ കേരള റോസസ് പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് അവസരം തന്ന എല്ലാ ലീഡേഴ്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ആർസിഎം, ഗുഡ് ആർസിഎം. സുഗന്ധി മാഡം 10 മിനിറ്റും കൂടെ ഉണ്ടെങ്കിൽ 8:15 വരെ, 8:15 8:20 വരെ മാഡം സംസാരിച്ചോ? സമയമുണ്ട്. ഇനി എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. എന്റെ പല്ലില് കമ്പി ഇടണം എന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. ഓരോ ആഗ്രഹങ്ങള് ആർസിഎമ്മിലൂടെ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യമൊക്കെ ഞാൻ ദിനേശ് സാറിനോട് പറയായിരുന്നു, എന്റെ പല്ല് പൊങ്ങിയിരിക്കുകയാണ്, എനിക്ക് കമ്പി ഇടണം എന്ന് പറയുമ്പോ എന്റെ അച്ഛൻ കൽപ്പണിക്കാരനായിരുന്നു. അപ്പൊ ദിനേശ് സാർ പറയും, അച്ഛനോട് പറയാം വാർക്ക് കമ്പി ഇടണം, വലിച്ചു കെട്ടാൻ പറയാന്ന് പറയും. പക്ഷെ ഇപ്പൊ ദിനേശ് സാർ പറയുന്നത് ആ കമ്പി ഇടാം, കുഴപ്പമില്ല, കമ്പി ഇടാന്ന പറയുന്നത്. ഇപ്പൊ എന്തെന്നാ പറയണേ? പിന്നെ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് ഓരോ ലീഡേഴ്സും സംസാരിക്കുന്നത് കാണുമ്പോ, ഇപ്പൊ അഖില മാഡം, അതുപോലെ ജിഷ മാഡം, ഷൈനി മാഡം, ബിജു സനിൽ മാഡം ഒക്കെ സംസാരിക്കുന്നത് കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട് എനിക്കും അങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഒന്നും സംസാരിക്കാത്ത ഒരാളായിരുന്നു. എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചാൽ പറയുള്ളൂ, അല്ലാണ്ട് അങ്ങോട്ട് കയറി സംസാരിക്കുന്ന ഒരു ശീലം തന്നെ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ മാറ്റിയെടുത്തത് ആർസിഎം ആണ്. ഹോം മീറ്റിങ്ങിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ ദിനേശ് സാർ പറയാറുണ്ട്, തൂന്തി കുറച്ച് എനർജിയിൽ സംസാരിക്കേ, അങ്ങനെ പറയും. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കും, ഓ എന്തെങ്കിലും ഒന്ന് വായിന്ന് പോന്നാ മതി ദൈവമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിനൊക്കെ പോകുന്നത്. അപ്പോഴാണ് അതിന്റെ കൂടെ കുറച്ചുകൂടി എനർജി കൊണ്ടുവരാൻ. പിന്നീട് ഞാൻ തീരുമാനിച്ചു ആ ഒരു എനർജി എന്നിൽ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇപ്പൊ എനർജി ആയിട്ട് സംസാരിക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം നല്ലൊരു ലീഡർഷിപ്പിലേക്ക് വരണമെങ്കിൽ നമ്മൾ നല്ല എനർജിയിൽ തന്നെ സംസാരിക്കണം. എങ്കിലേ ആ ഒരു ലീഡർഷിപ്പിലേക്കൊക്കെ നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്ക് നല്ലൊരു ലീഡർ ആവണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പിന്നെ ഇപ്പോ ടെക്നിക്കൽ അച്ചീവർ ആണ്. പക്ഷെ ആ ഒരു ടെക്നിക്കൽ അച്ചീവർ ആയിരുന്നാലും നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകില്ല. കാരണം വലിയ വലിയ സ്വപ്നങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗിരീഷ് സാർ പറയാറുണ്ട്, നിങ്ങള് ചെറിയ ചെറിയ സ്വപ്നങ്ങളൊന്നും കാണാതെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പറയാറുണ്ട്. അപ്പോ ഞങ്ങൾക്കും വലിയ വലിയ സ്വപ്നങ്ങളാണ് ഉള്ളത്. ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു എമറാൾഡ് ആവുക എന്നുള്ളതാണ്. ഈ ബോണസ് വന്നപ്പോ 1,00,000-ന് മേലെ വന്നപ്പോ ഞാൻ ദിനേശ് സാറിനോട് പറഞ്ഞു, 1,00,000 വന്നപ്പോ നമുക്ക് എന്താ ഒരു സന്തോഷം. അത് ഒരു മാസം വന്നപ്പോ
ഇപ്പൊ എല്ലാ മാസവും 1,00,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതൊന്ന് സ്വപ്നം കണ്ട് നോക്കി എന്തായിരിക്കും നമ്മളുടെ ഒരു സന്തോഷം. നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും. അപ്പൊ ആ ഒരു എമറാൾഡിലേക്കുള്ള വർക്കുകളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും ജിനേഷ് സാറിന്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ്. കാരണം ഞാൻ ഷൈനി മാഡത്തെയും അനിരുദ്ധൻ സാറിനെ ഒക്കെ കാണുമ്പോ ഞാൻ വിചാരിക്കാറുണ്ട്, ഒരു ടൈലറിങ് ജോലി ചെയ്ത അനിരുദ്ധൻ സാറ് എമറാൾഡ് എന്നൊരു പൊസിഷനിലേക്ക് എത്തി. 1,00,000 രൂപ മാസ വരുമാനം വാങ്ങിക്കുന്ന ഒരു ലെവലിലേക്ക്. അത് അവര് ഫാമിലി ആയിട്ട് RCM ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അനിരുദ്ധൻ സാറിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണ് ഷൈനി മാഡവും. അപ്പൊ അതുപോലെ തന്നെ ദിനേശ് സാറിന്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ജയ RCM, ഗുഡ് RCM. വിജുസനി മാഡം ടെക്നിക്ക് ഒരു ഡയലോഗ് പറഞ്ഞിരുന്നില്ലേ, RCM എങ്ങനെ ചെയ്താൽ എങ്ങനെ പൈസ കിട്ടും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. RCM ഇഷ്ടപ്പെട്ട് ചെയ്താല് ഇഷ്ടം പോലെ പൈസ കിട്ടും, കഷ്ടപ്പെട്ട് ചെയ്താല് കഷ്ടിച്ചേ പൈസ കിട്ടുള്ളൂ. അപ്പോ നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട RCM ചെയ്യുക, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. ജയ RCM. താങ്ക് യു സുഗന്ധി മാം. പറയാൻ വാക്കുകളില്ല. വളരെ എന്താ പറയാ, ശാന്തമായിട്ട് ജിനേഷ് സാർ പറഞ്ഞോട്ടെ എനർജി ഒക്കെ വേണമെന്ന്, പക്ഷെ ഇത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വാക്കുകളാണ്. ആ വാക്കുകളുടെ എനർജിയിലും കൂടുതൽ പവർ ഉണ്ട്. റിയാലിറ്റി. സനിൽ സാറ് പല മീറ്റിങ്ങുകളിലൊക്കെ വരാറുണ്ട്. പല ലീഡേഴ്സിന്റെയും കഥകളും ഇതൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ കുറേ ദിവസത്തേക്ക് സനിൽ സാറ് പാടി നടന്നൊരു വാക്കായിരുന്നു, ഇഷ്ടപ്പെട്ട് ചെയ്താൽ ഇഷ്ടം പോലെ പൈസ, കഷ്ടപ്പെട്ട് ചെയ്താൽ കഷ്ടിച്ച് പൈസ എന്ന്. ഈ ഒരൊറ്റ ഡയലോഗോട് കൂടി